രഞ്ജിത്തേട്ടൻ കൂടെ നിൽക്കുന്നവരെ ചേർത്ത് വയ്ക്കുന്ന ആ ഒരു രീതി കൊണ്ടാണ് ഇന്ന് ഇത്രയും ആൾക്കാരും വരുന്നത്. ചേട്ടൻ എല്ലാവരെയും കാണിക്കുന്നൊരു സ്നേഹമാണ്. അതുപോലെ ആ പ്രൊഡക്ഷനോട് കാണിക്കുന്ന ഒരു സ്നേഹം ഏറ്റവും മനോഹരമായിട്ട് ആ സിനിമ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും ഞാനൊക്കെ ഇത് എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. മോഹൻലാൽ സാറിനെ വെച്ചൊരു സിനിമ ചെയ്യണമെന്നൊരു നിർമ്മാതാവ് നമ്മളെ സമീപിക്കുമ്പോൾ മോഹൻലാൽ സാറിനെ അവരെങ്ങനെ കാണുന്നു, എങ്ങനെ നോക്കാൻ സാധിക്കുന്നു, ആ സിനിമയെ എങ്ങനെ സമീപിക്കുന്നു എന്ന് നമുക്ക് നമ്മുടേതായൊരു കാഴ്ചപ്പാടിൽ ശരിയെന്ന് തോന്നുന്നതിൻ്റെ കൂടെ കൂടുതൽ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ തുടരും എന്ന സിനിമയുടെ കഥ ലാൽ സാറുമായിട്ട് സംസാരിച്ചു. ഒരു പ്രാവശ്യം മാറി, 2 പ്രാവശ്യം മാറി, അങ്ങനെ പല പ്രാവശ്യം മാറി. 11 വർഷത്തോളം ഇത് മാറിപ്പോയതിന് ശേഷം ലാസ്റ്റ് എല്ലാം ഓക്കെ. തരുൺ വരുന്നു. തരുൺ വന്ന് നമ്മൾ കണ്ട ആ സിനിമയിൽ നിന്ന്, നമ്മുടെ മനസ്സിലുള്ള സിനിമയിൽ നിന്ന് നമ്മളെ ഞെട്ടിച്ച് വേറൊരു ലോകത്ത് കൊണ്ടുപോയിട്ടാണ് തരുൺ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ശരിക്കും സത്യമായ കാര്യം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കഥ പറയുന്ന രീതി കാണുന്നത്. അപ്പോൾ അത് നമ്മളെ വളരെയധികം കൊതിപ്പിച്ചു. ലാൽ സാറും അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സംസാരിക്കുകയും അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുകയും ഇതിൻ്റെ വിജയത്തിൻ്റെ എല്ലാ സംഭവങ്ങളും ഞങ്ങളും മനസ്സിലാക്കിയ ആൾക്കാരാണ്.